RSSന്റെ ഒരു നിർണായക യോഗം മാർച്ച് 15 നടക്കുന്നു. ഇത് എല്ലാ 3 വർഷം കൂടുമ്പോഴും നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഭാരതീയ പ്രതിനിധി സഭ എന്നാണ് പറയുന്നത്. അതായത് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഉന്നതാധികാര ബോഡിയാണ് ഈ പ്രതിനിധി സഭ, ഭാരതീയ പ്രതിനിധി സഭ എന്ന് പറയുന്നത്. എല്ലാ 3 വർഷം കൂടുമ്പോഴും അത് യോഗം ചേരാറുണ്ട്. ഈ യോഗത്തിൽ വെച്ചാണ് പുതിയ കാര്യകർത്താക്കളെ നിയമിക്കുന്നതും നിശ്ചയിക്കുന്നതുമൊക്കെ. സംഘത്തിൻ്റെ തന്നെ എല്ലാ അവരുടെ പോഷക സംഘടനകളും ഇല്ലെങ്കിൽ അതിൻ്റെ സംഘപരിവാറിൽപ്പെട്ട എല്ലാ സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന യോഗമാണ് മാർച്ച് 15 നാഗപ്പൂർ നടക്കുന്നത്. പക്ഷേ ഈ യോഗത്തിൽ ചില നിർണായകമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമമായ എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനം മണിപ്പൂർ വിഷയം തന്നെയാണ്. മറ്റൊന്ന് സന്ദേശ് ഖാലി, കാർഷിക സമരം, ഏക സിവിൽ കോഡ്. അതിനേക്കാൾ ഉപരി ഈ യോഗത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒന്ന് ജനസംഖ്യാ നിയന്ത്രണ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയവും ചർച്ചയും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മധുരയും ഗ്യാൻവാപ്പിയും പോലുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് എടുക്കില്ല എന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഏക സിവിൽ കോഡ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയിരിക്കുന്നു. അത് രാജ്യവ്യാപകമായി എല്ലാവരും നടപ്പാക്കണമെന്നാണ് RSS ഈ ഒരു പ്രമേയത്തിൽ കൂടെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ മണിപ്പൂർ വിഷയം, 2 സമുദായങ്ങൾ തമ്മിലുള്ള വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. കർഷക സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തീരുമാനം ഉണ്ടാകണം എന്ന രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അതിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് ഒരു നിയമം അനിവാര്യമാണ്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിയമം എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ നടപ്പാക്കണം എന്നുള്ളത് തന്നെയാണ്. ഏതായാലും RSSന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് തന്നെയാണ് ഈ ജനസംഖ്യാ നിയന്ത്രണ ബില്ല്, ദേവസ്വം ബോർഡിൻ്റെ ബില്ല്, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ്. അങ്ങനെ അനവധി ഇന്ന് BJP സർക്കാർ നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ നിയമങ്ങളും ഈ RSSന്റെ എല്ലാ കാലവുമായിട്ടുള്ള ഒരു അജണ്ടയാണ്. അത് രൂപീകൃതമായപ്പോൾ മുതലുള്ളതാണ്. ഈ 370-ാം വകുപ്പ് എടുത്തു കളയുന്നതായാലും മറ്റു നിയമങ്ങളെല്ലാം തന്നെ. ഏതായാലും ഇപ്പോൾ ജനസംഖ്യാ നിയന്ത്രണ ബില്ലിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നാഗപ്പൂരിൽ നടക്കുന്ന യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. ഏതായാലും ആ യോഗത്തിൽ BJPയുടെ നേതാക്കളായ അവരുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ജനറൽ സെക്രട്ടറി BL സന്തോഷ്, ദേശീയ ജനറൽ സെക്രട്ടറിയായ സുനിൽ ബൻസാൽ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 1 വർഷത്തെ റിപ്പോർട്ടും ഈ യോഗത്തിൽ ഇവർ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.